ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളിൽ ഭൂരിഭാഗവും ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ജനുവരി 7-ന് ഉണ്ണിയേശുവിന്റെ ജനനം കൊണ്ടാടുന്ന 25 കോടിയോളം വരുന്ന വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓർത്തഡോക്സ് സഭകളിലെ വിശ്വാസികളാണ് പ്രധാനമായും ഈ ദിവസം ക്രിസ്മസ് ആയി ആചരിക്കുന്നത്. റഷ്യ, യുക്രൈൻ, ഈജിപ്ത്, എത്യോപ്യ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഓർത്തഡോക്സ് വിശ്വാസികൾ ജനുവരി 7-നാണ് തിരുപ്പിറവി ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തീയതി മാറ്റം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത് ചരിത്രത്തിലെ കലണ്ടർ പരിഷ്കാരങ്ങളാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ BC 46-ൽ നടപ്പിലാക്കിയ ജൂലിയൻ കലണ്ടർ പ്രകാരമാണ് ഓർത്തഡോക്സ് സഭകൾ ആരാധനാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1582-ൽ പോപ്പ് ഗ്രിഗറി 13 കൂടുതൽ കൃത്യതയാർന്ന ഗ്രിഗേറിയൻ കലണ്ടർ അവതരിപ്പിച്ചു. കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഈ പുതിയ കലണ്ടർ സ്വീകരിച്ചപ്പോൾ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ തങ്ങളുടെ പാരമ്പര്യമായ ജൂലിയൻ കലണ്ടറിൽ തന്നെ ഉറച്ചുനിന്നു. ഈ രണ്ട് കലണ്ടറുകളും തമ്മിലുള്ള 13 ദിവസത്തെ വ്യത്യാസമാണ് ഡിസംബർ 25-നും ജനുവരി 7-നും ഇടയിലുള്ള അന്തരം സൃഷ്ടിച്ചിരിക്കുന്നത്. യുക്രൈനിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ച് വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒത്തുചേരുന്ന കാഴ്ചകൾ വികാര നിർഭരമാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള അകലം പാലിക്കാൻ യുക്രൈനിലെ ചില വിഭാഗങ്ങൾ ഡിസംബർ 25-ലേക്ക് ആഘോഷം മാറ്റിയെങ്കിലും വലിയൊരു വിഭാഗം ഇപ്പോഴും ജനുവരി 7-ലെ പാരമ്പര്യം തുടരുന്നു. ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികളും എത്യോപ്യയിലെ വിശ്വാസികളും ഉപവാസത്തോടും പ്രത്യേക പ്രാർത്ഥനകളോടും കൂടിയാണ് ഈ ദിനത്തെ വരവേൽക്കുന്നത്. എത്യോപ്യയിൽ ഗന്ന എന്നറിയപ്പെടുന്ന ക്രിസ്മസ് ആഘോഷം വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ഘോഷയാത്രകളാൽ സമ്പന്നമാണ്. ചുരുക്കത്തിൽ കലണ്ടറിലെ തീയതികൾ മാറിയാലും ക്രിസ്മസ് നൽകുന്ന സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ഒന്നു തന്നെയാണെന്ന് ഈ ആഘോഷങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.